നമ്മളെ നാട്ടിലാണ് മുഹറം ഒന്നും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാത്തത്. ഇവിടെ നോക്കി നിങ്ങൾ വൺ സെലിബ്രേഷൻ ആണ് മുഹറം. അതെ, വാള് കാര്യങ്ങളൊക്കെ പിടിച്ച് വൻ ഇതാട്ടോ. നോക്കിയേ, കുറേ നേരമായിട്ട് ഞങ്ങളിതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം കിട്ടി. നിന്നെക്കൊണ്ട് ഞാൻ പാനിപ്പൂരി അടിച്ചാക്കടാ. ഏതോ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. കുറച്ച് അരി വാങ്ങണം. അരി കഴിഞ്ഞിട്ടുണ്ട്. ഭയ ചാവലേക്കാ ഞാനവിടെ ഇരുന്ന് പോയിട്ടോ. അവിടെ ഒരു 3 കിലോ അരി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉരുളേങ്ങിന് 18 രൂപ കുറവാണ് ഇവിടെ. അപ്പം കുറച്ച് ഉരുളേങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരു റെയിൽവേ ക്രോസ് കിട്ടിയിട്ടോ. ഇവിടെ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ഐ മീൻ ഇവിടെ ഗേറ്റ് അടിച്ചിട്ടാണ് ഉള്ളത്. ട്രെയിനാണെങ്കിൽ വരുന്ന കാണുന്നില്ല. വരുന്നുണ്ടോ ആ സൈഡിൽ നിന്ന്. ചരക്ക് വണ്ടി കേട്ടോ. ഓ, കുറേ ഉണ്ടാവും അപ്പോൾ പോകി. കൊൽക്കത്തയിൽ നിന്ന് സിലിഗുരി വരുന്ന റോഡിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും. ഇവിടെ ഫറക്ക ബാരേജ് ഉണ്ട്. അതായത് ഒരു പ്രോപ്പർ ഗംഗൻ്റെ മേലെ കൂടെ, അതായത് ഇതിൻ്റെ താഴെ കൂടെ പോകുന്ന ഗംഗയാണ്. ഗംഗൻ്റെ മേലെ കൂടെ ഒരു പ്രോപ്പറായിട്ടൊരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡാം പോലെ. അതാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ഇത് വൻ സാധനമാണത്. എമ്മാതിരി വൈഡിൽ ഉണ്ടാക്കി വെച്ച സംഗതി അറിയത്. നമ്മളെന്താ പറയുക, ഇരുട്ടായിപ്പോയി. ഇരുട്ടത്താണ് നമ്മളത് ക്രോസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ മേലെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഡിസ്റ്റൻസ്. അത്രയും ഡിസ്റ്റൻസിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 20 km/h നമുക്കിതിൽ പോകേണ്ട സ്പീഡ്. ഫെരാറ ബാരേജ് ആട്ടോ ഇതിന് പറയാം. ക്രോസ് ചെയ്ത ട്രെയിൻ ഉണ്ടല്ലോ, ആ ചരക്ക് വണ്ടി ഉണ്ടല്ലേ പോകുന്നത്, എന്ത് സ്ലോയിലാണെന്നുള്ളത്. തന്നെ എന്താ ലോക്കോ പൈലറ്റ് ഇറങ്ങി നോക്കുന്നേ. എന്തോ ഒരു സീൻ കേട്ടോ. ലോക്കോ പൈലറ്റ് ഇറങ്ങി നോക്കുന്നതാ. സിഗ്നൽ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ വേറെ മുമ്പിൽ ഇതുണ്ടാവില്ല. ശരിയാ, മഴ ചിലപ്പോൾ മൂത്രയൊക്കെ ഇറങ്ങിയായിരിക്കും മൂപ്പര്. ചെക്കൻ അങ്ങനെ നിർത്തിയാട്ടോ റോഡ് സൈഡിൽ. 300 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള ഇരുത്താണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു കനാലുണ്ട്. ആ കനാലിൻ്റെ അപ്പുറത്തേക്ക് ജാർഖണ്ഡ് ആട്ടോ. നമ്മൾ ഇപ്പം ജാർഖണ്ഡിൻ്റെ ബോർഡർ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 300 കിലോമീറ്റർ ഓടിച്ചിട്ടോ. അപ്പം നമ്മൾ വീണ്ടും എണ്ണ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. നേരത്തെ 1500 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും 92.92 റേറ്റ് വരുന്നത്. ടോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോന്നാട്ടോ റോഡ്. പോരുമ്പോൾ നോക്കുമ്പം വൻ അഡ്വഞ്ചർ റോഡ്. ഇതായിരുന്നില്ല റോഡിൻ്റെ അവസ്ഥ. ഇതിനേക്കാൾ വേസ്റ്റ് ആയിരുന്നു. പക്ഷേ നല്ല ഫണ്ണായിരുന്നു. ഫുൾ ചളിയും കാര്യങ്ങളും ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയൊരു ട്രാക്ക് പോലെ, ഒരു ഓഫ് റോഡ് ട്രാക്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വൈബായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവാണ്. കൊള്ളാട്ടെ. ഈ വണ്ടി ഉണ്ടായിട്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത്. അല്ലാതെ ഒരു നോർമൽ കാറായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയായിട്ട് പോരാണെങ്കിൽ ഇതൊന്നും നടക്കൂല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ കാടായിട്ടോ. ശരിക്കും ഇത് നമ്മൾ എന്താ പറയുക, ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ഫൺ എന്ന രീതിയിൽ ചെയ്യുന്ന കാര്യം കേട്ടോ. വേറെ ഒന്നുമല്ല, ഇങ്ങനെ നമ്മൾ എടുത്ത് പോകുമ്പോഴാണ് നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കിട്ടാറ്. പിന്നെ അത് ഒരു ശീലമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കി നിങ്ങൾ, ഒരു പ്രോപ്പർ കാട്ടിലൂടെ പോകുന്ന പോലെ ഉണ്ട്. എൻ്റെ മോനെ വിഷയം റോഡ് കേട്ടോ. 260 കിലോമീറ്ററാണ് ഈ കൊൽക്കത്തയ്ക്കുള്ളത്. നമ്മൾ റോഡ് സൈഡിൽ വണ്ടി ഒന്ന് നിർത്തി ഇങ്ങനെ ഒരു ട്യൂബ് ലൈറ്റ് കണ്ടപ്പോൾ നേരെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ. കഞ്ഞിയും അതുപോലെ തന്നെ ഉരുളങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു. അവരിവിടെ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റല്ലേ? നല്ല ടയേർഡാട്ടോ. ഒന്നാമത് ഇന്നലെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇന്നലെ നമ്മൾ കുറേ ഓടിച്ചതിൻ്റെ ശേഷമാണല്ലോ കടന്നത്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ കൊതുക് അത്യാവശ്യം ഉള്ളതുകൊണ്ടും പിന്നെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഉള്ളു കടന്നപ്പോൾ മൊത്തം ക്ലോസ് ചെയ്തിട്ടില്ലേ. അപ്പോഴാണ് ഈ ചൂട് എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നൊന്ന് സെറ്റായിട്ട് കിടന്നുറങ്ങണം.
അങ്ങനെ ഉരുളങ്ങ് ഫ്രൈ ആയി, അതേപോലെ കഞ്ഞി ആയിട്ടോ. പിന്നെ നേരെ കഴിക്കട്ടെ. ഒരു രക്ഷയില്ലാത്ത ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്. കുളിക്കും വേണം, നല്ല അടിപൊളിയായിട്ട് കുളിക്കണം വേണ്ടേ? യെസ്. അത് വെച്ചോ, നമ്മൾ ഇതുണ്ടാക്കിയ ഉരുളങ്ങ വെച്ചുണ്ടാക്കിയ സാധനല്ലേ, പ്രശ്നമില്ല. എല്ലാം ഒരു വേരക്ക് തന്നെയല്ല പോവുള്ളത്. ഏനെ ഉപ്പ് അതിലേക്ക് കിട്ടോ, എന്നക്ക് കറക്റ്റ് ഇടാം. മറ്റേ പ്ലേറ്റ് കിട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ചേറൊന്നും പുറത്തേക്ക് എടുക്കാൻ നിന്നില്ല, നേരെ വണ്ടിൻ്റെ അകത്തിരുന്നിട്ട് കഴിക്കുന്നേ. നോക്കി നിങ്ങൾ ഇപ്പോഴും മുഹറത്തിന്റെ ഇതാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി ഏകദേശം ആയി. വൻ വൈബ് കേട്ടോ, വൻ വൈബ്. ബാക്കില് പോലീസ് ഉണ്ടല്ലോ അല്ലേ? അതെ 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 അതെ. എടാ സമയം എത്ര ആയിക്കടാ? 12 സംതിങ് ആയി. ഇപ്പോഴാണ് ഇതെന്താടാ ഈ ലോറി ഇങ്ങനെ ഫുള്ള് ലോഡ് കയറ്റിയിരിക്കുക അല്ലേ? നമ്മൾ ആദ്യം ഒരു പമ്പിൽ പോയി. ആ പമ്പിൽ പോയിട്ട് എന്ത് ചെയ്തു, കുളിച്ച് ബാത്റൂമൊക്കെ പോയി സെറ്റായി. അതിൻ്റെ ശേഷം വേറൊരു പമ്പ് വന്ന് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ. അത് നമ്മൾ സൈഡിൽ അലക്കാൻ വെച്ചിട്ടുണ്ട്, ഐ മീൻ സൈഡിൽ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ടെൻ്റ് മേലെ വിരിച്ച് കിടക്കുകയാണ്. മഴ പെയ്യോ ഇല്ലെന്നും അറിയില്ല, പക്ഷേ എന്നെക്കൊണ്ട് ഉള്ളിൽ കിടക്കാനില്ല. അവനക്ക് വലിയ ചൂട് പ്രശ്നമല്ല, അവൻ്റെ ഹോട്ട് ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് കൂളായിട്ട് കിടക്കാം. ഞാൻ നൈസായിട്ട് എന്ത് ചെയ്തു, മേലെ ബെഡും സെറ്റാക്കി ഇതവിടെ കിടക്കുന്നത്. അപ്പോൾ സുഖമായിട്ട് ഇനി കിടക്കട്ടെ കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല ടയേർഡാണ്. പിൻഷാ നാളെ കാണാം. നമ്മൾ ഈ കാണുന്ന പമ്പിലാണ് താമസിച്ചത്. ഫുൾ ടയേർഡായി പോയി ഇന്നലെ. വണ്ടി ഇവിടെ നിർത്തി, ഇവിടെയൊക്കെ ഫുള്ള് തോരട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മേലെ കിടന്നുറങ്ങി, അവൻ താഴെ കിടന്നുറങ്ങി. എന്നിട്ട് തൊട്ടപ്പുറത്തൊരു ബേക്കറി ഉണ്ട്, കഫേ ബേക്കറി. ബി ചേട്ടനോടാണ് നമ്മൾ നല്ല ചോദിച്ചത്, ഭായി ആപ്കാ നാം? സഞ്ജയ് കുമാർ ദാസ്. അപ്പോൾ ഈ ചേട്ടനാണ് ഇന്നലെ ഇവിടെ കിടന്നു എന്ന് പറഞ്ഞത്. എന്തായാലും കൊള്ളായിരുന്നു. ഇപ്പോൾ സമയം 9 മണിയായില്ലേ, നല്ല ചൂടില്ലേ, വിങ്ങൽ. ഓക്കെ, വിയർക്കുന്നതാണ് ഇവനക്ക് വലിയ പ്രശ്നം കേട്ടോ. ഇവന് ഉള്ളിൽ കടന്നിട്ട് ഇവൻ ഒരു വിയർക്കാതെ പുറത്താണ്. ഞാൻ മേലെ കടന്നിട്ട് വിയർത്തിട്ടാണ് രാവിലെ ഇറങ്ങിയിരുന്നത്. ടീക്ക പയ്യ, बहुत धन्यवाद धन्यवाद. മിലുക, നമ്മളെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നാട്ടോ. 120 റുപ്യക്ക് സിലിഗുരിയുള്ള വെണ്ടക്കൊക്കെ എത്ര ഇവിടെ ടർഫിൽ? 20 റുപ്യ കിലോന്. തക്കാളിക്ക് ഇപ്പോൾ നല്ല റേറ്റ് ആട്ടോ, 160 നമ്മളെ ഒരു വില്ലേജിൻ്റെ അകത്തൂടെ ഇങ്ങനെ വന്നു കേട്ടോ. അധികം വീടും തേച്ചിട്ടില്ലല്ലേ, വാഴ കുറേ കാണുന്നുണ്ടല്ലേ കൊൽക്കത്തയില്, കണ്ടമാനം. ഒരു രാവിലെ ഹോട്ടൽ അപ്പിയിട്ട് കിട്ടുന്നില്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ. കുറെ നേരമായി തപ്പി തുടങ്ങിയിട്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. In 200 meters, turn right. മക്കളൊക്കെ ഫുള്ള് റോഡ് തന്നെ അല്ലേ? അത് മാത്രല്ല ഇവരൊക്കെ കൊറേ, അത് മാത്രല്ല കുട്ടികളൊക്കെ കൊറേ പണി എടുക്കുന്നുണ്ട്. അതെ, റോഡ് തന്നെ വീട്. എന്നാലും ഇവര് വീടിന്റെ അകത്തൊന്നല്ലോ ഒന്ന്, ഫുൾ ടൈം പുറത്തന്നെ. നമ്മൾ വേറെ റൂട്ടിലാണ് പോകാനുണ്ടായിരുന്നത്. ഇത് ബ്രഹ്മപുരം എന്ന് പറഞ്ഞ സിറ്റിനെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്താണ്ടുള്ള ബൈപ്പാസാണ്. ഇതിപ്പോൾ പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. അതുകൊണ്ട് തന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ കുറവാണ്, നല്ല അടിപൊളിയാണ് റോഡ്. അങ്ങനെ റോഡ് സൈഡ് ലാസ്റ്റ് ഒരു പൂരി കിട്ടുന്ന കട കയറിട്ടോ. 5 റുപ്യ ഒരു പൂരിക്ക്. പൂരിയൊക്കെ നല്ല വില കുറവോടെ അല്ലേ? അല്ലേ? വീഡിയോല എന്താ പറയാ. അപ്പം ഇത് പൂരി കഴിക്കുക, നേരെ കൊൽക്കത്ത പോവുക, നല്ല സ്ഥലം കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തുക. ഇതൊക്കെയാണ് പ്ലാന്.
ഒരു രക്ഷയില്ലാതെ ചൂടാണ്. വിങ്ങലാണ്. സമയം 10:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഈ വിങ്ങല്. നല്ല ചൂടത്ത് നല്ല ചൂടുള്ള പൂരി കേട്ടോ. കൂടെ കക്കരിക്ക് നിന്നിട്ടുണ്ട്, കടലക്കറി നിന്നിട്ടുണ്ട്. ഇവര് എങ്ങനെയൊക്കെ വണ്ടി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ബ്ലോക്കാണ്. ഇപ്പൊ ഈ സൈഡ് കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മളും അതേപോലെ ബാക്കൂടെ പോകുന്നേ. നല്ല ബ്ലോക്കിലാട്ടോ നമ്മളുടെ. നമ്മള് വൻ ചെറ്റത്തരാണ് ചെയ്തത്. പക്ഷെ എന്താ പറയാ, എല്ലാരും ഇതേപോലെ ചെയ്തപ്പോ നമ്മളും ചെയ്ത് അത്ര തന്നെ. അങ്ങനെ ഒരു സ്ഥലം കിട്ടി ഗൈസ്. ഇവിടെ നോക്കിയേ, നമ്മളെ കമാൻഡോ ജീപ്പ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ പോയോ? അതവിടെ പോയി. അവിടെ ഉണ്ടായിരുന്നോ? 2 വേ ആയിട്ടോ റോഡ്. എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും വേറെ 2 ഫ്രണ്ട്സിനും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം കൊൽക്കത്തേൻ്റെ ഈ ഭാഗത്തായിട്ടുണ്ട്. ഈ റോഡല്ല, കുറച്ചുകൂടി മുന്നേക്കുള്ള ഹൈവേ റോഡിലാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തെത്തുമ്പോൾ ഞാൻ പറയണ്ടേ, ഏതാ കറക്റ്റ് സ്പോട്ടൊന്നും ഇപ്പോൾ ഏതായാലും ഓർത്തിരിക്കാൻ പറ്റൂല ഗൈസ്. നമ്മളിങ്ങനെ ഹൈവേയിൽ പോകുന്ന സമയത്ത് വണ്ടി വാഷ് ചെയ്യാനൊരു ഓപ്ഷൻ കണ്ടിട്ടോ. 200 രൂപയാണ് വണ്ടി മൊത്തം വാഷ് ചെയ്യാൻ, അടിയും മേലും ഒക്കെ വാഷ് ചെയ്യാൻ. അപ്പം എന്നാൽ വിചാരിച്ചെന്ന് ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ചെക്കനായിട്ട് കുട്ടപ്പനാക്കാന്ന്. കാരണം മൊത്തം ചളിയാണ്. നോക്കിയേ, നല്ല രീതിയിൽ ചളി ഉണ്ട് കേട്ടോ വണ്ടിമേല്. എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുതലാവും. കാരണം അമ്മതിരി ചളിയാ. നമുക്ക് എൻജിൻ്റെ ഇവിടെ അടുപ്പിക്കണം, ഇല്ലെങ്കിൽ സീനാ. നമ്മളങ്ങനെ വണ്ടി കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ടോ. നോക്കി നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തിൽ അവർ വെറും വെള്ളം അടിച്ചാണ്ട് ഉടായിപ്പഴിച്ച് പോയി. പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് വാഷ് ചെയ്ത്, പിന്നെ ഞാൻ അങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞപ്പോൾ വീണ്ടും അവർ ഒന്നുകൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത്. എന്തായാലും ഞങ്ങൾ രണ്ടാളും അവരുകൂടിയാണ് ഒരു വിധത്തിൽ ഇത് വാഷ് ചെയ്ത് ഈ കോലത്തിലേക്ക് എത്തിച്ച് കേട്ടോ. എന്തായാലും ചങ്കപ്പ് ഹാപ്പിയാണ്, ആൾ ഉഷാറായി അല്ലേ? നല്ല വൃത്തിയല്ലേ? അടിപൊളിയായിട്ടോ, മാഷാ അല്ലാ, സെറ്റാണേ. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോവാം, നല്ലൊരു സ്ഥലം കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? വിശക്കുന്നില്ലേ? ഉള്ളൊക്കെ അവർ വെള്ളം അടിച്ചിട്ടുള്ളൂ. ഞാനും അവനോട് വാഷ് ചെയ്തത് മൊത്തം. എന്തായാലും ഇപ്പം കുഴപ്പമില്ല, ഏകദേശം ഒരു വൃത്തിയാണല്ലേ? ബാക്ക് ഭാഗത്തേക്ക് പിന്നെ തൊടൊന്നുമില്ല, കാരണം ബാക്ക് ഭാഗത്തേക്ക് തൊടൽ നടക്കൂല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പൺ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അത്ര കരുതിയിട്ടും കാര്യമില്ല. നമ്മൾ പൊടിയുള്ള റോഡിലൂടെയൊക്കെ പോയി നേപ്പാള്, പിന്നെ നമുക്ക് ബീഹാറത്തെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഫുള്ളാണ്ട് പൊടി മാറി ഫുൾ സീനായി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ലെങ്തി ആവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ ഗൈസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അല്ല അർഫല്? അതെ.